നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ സ്പോർട്സ് മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ചയിൽ എന്ത് സംഭവിച്ചു, മീറ്റിങ്ങിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണല്ലോ. ഇന്ത്യൻ ഫുട്ബോളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും സ്പോർട്സ് മിനിസ്ട്രിയും തമ്മിൽ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഒന്നുമില്ല എന്ന് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ പരിശോധിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അവരുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർക്കുലാവോ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇന്നലെ മീറ്റിംഗ് നടത്തി. അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡിലേ ഉണ്ട്, ശരിയാണ്, പക്ഷേ ലീഗ് ഈ സീസണിൽ നടക്കും. സമയം ഇങ്ങനെ റണ്ണിങ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരല്പം ആകാംക്ഷയിലാണ്. എന്നാൽ പോലും അവരുടെ ആ ഒരു ആകാംക്ഷ ശമിപ്പിക്കാൻ എന്ന വണ്ണം ഇപ്പോൾ മന്ത്രി ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു മത്സരം സീസൺ നടക്കും, സീസണിലെ ISL അടക്കമുള്ള മത്സരങ്ങൾ നടക്കുമെന്ന്. ഏതായാലും ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സീനിയർ ക്ലബ് ഒഫീഷ്യൽ പറഞ്ഞതായിട്ട് ഇങ്ങനെയാണ്: ദി സ്പോർട്സ് മിനിസ്റ്റർ ടോൾഡ് ഓൾ ഓഫ് us ദാറ്റ് ദി ലീഗ് വിൽ ഹാപ്പൻ. സ്പോർട്സ് മിനിസ്റ്റർ ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ലീഗ് ആരംഭിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സമാനതകളില്ലാത്ത ക്രൈസിസിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ഉള്ളത്. ഈ ലീഗ് ആരംഭിക്കേണ്ടിയിരുന്നത് സാധാരണ ആരംഭിക്കുക സെപ്റ്റംബറിലാണ്. ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു, ബാക്കി ഇപ്പം നമ്മൾ ഡിസംബറിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും ലീഗ് എപ്പോൾ തുടങ്ങും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. എങ്കിലും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആകാംക്ഷയും അതുപോലെ തന്നെ വേവലാതിയും ഒക്കെയുള്ളൊരു സമയമാണ്. അപ്പോൾ സ്പോർട്സ് മിനിസ്റ്റർ കൊടുക്കുന്ന ഉറപ്പാണ് ഇത്തവണ എന്ത് സംഭവിച്ചാലും ഡിലേ ഉണ്ട്, ശരിയാണ്, പക്ഷേ ലീഗ് നടക്കുമെന്ന്. 6 സെപ്പറേറ്റ് മീറ്റിങ്ങുകളാണ് ഇന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്നത്, ഡൽഹിയിൽ നടന്നത്. അപ്പം മീറ്റിങ്ങിൽ ഒരു അവസാനത്തെ മീറ്റിംഗ് ആയിട്ട്, ഒരു ഫൈനൽ മീറ്റിംഗ് ആയിട്ട്, ഒരു കൺക്ലൂഡിങ് മീറ്റിംഗ് ആയിട്ട് ISL അതുപോലെ തന്നെ ഐ ലീഗ് ക്ലബ്ബുകൾ, ISL ഒഫീഷ്യൽസ്, അതുപോലെ ഐ ലീഗ് ക്ലബ്ബുകൾ, പിന്നെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, ദെൻ മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് FSTL, പിന്നെ മൾട്ടിപ്പിൾ ബ്രോഡ്കാസ്റ്റേഴ്സ്, OTT പ്ലാറ്റ്ഫോംസ്, അതുപോലെ തന്നെ KPMGയുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഇവരെല്ലാം ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് അക്കോർഡിംഗ് ടു സോഴ്സസ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് AFFും സ്പോർട്സ് മിനിസ്ട്രിയും ഒരു ഷോർട്ട് ടേം സൊല്യൂഷനാണ് ഇപ്പോൾ ലീഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിലെ മത്സരങ്ങൾ നടത്തുക, അപ്പം അത് കഴിയുമ്പോഴേക്കും അവർക്കൊരു കുറച്ച് സമയം കിട്ടും ലോങ് ടേമിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ കണ്ടെത്താൻ. അപ്പോൾ അതാണ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. നോക്കുക, വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: ദി ലീഗ് വിൽ ഹാപ്പൻ ദിസ് സീസൺ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, ബട്ട് ദർ ഈസ് നോ ഡിനൈങ് ദാറ്റ് ദർ ആർ ചലഞ്ചസ്, പെർട്ടിക്കുലർലി വിത്ത് ദി ക്ലോസസ് ഇൻ ദി ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വർ നോട്ട് പാർട്ട് ഓഫ് ജസ്റ്റിസ് നാഗേശ്വർ റാവുസ് ഡിസ്കഷൻ വിത്ത് ഫിഫ ആൻഡ് IFC. അപ്പോൾ ഇതാണ് ഇപ്പം അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം മീറ്റിങ്ങിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്, ദ ലീഗ് എന്തായാലും നടക്കും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചില ചലഞ്ചുകളുണ്ട്, ചില ഹിൻഡ്രൻസുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആ ഒരു ചില ക്ലോസുകളാണ്. ആ ക്ലോസുകൾ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ക്ലോസുകളാണ്. അത് ജസ്റ്റിസ് നാഗേശ്വര റാവു ഫിഫയും AFCയുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള ഡിസ്കഷനിൽ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ടു ദി സ്പോർട്സ് മിനിസ്റ്റർ ദാറ്റ് ദി ക്ലോസസ് ആർ ക്രിയേറ്റിംഗ് ഹിൻഡ്രൻസസ്. അപ്പോൾ സ്പോർട്സ് മിനിസ്റ്ററോട് ആ കാര്യം ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ക്ലബ്ബുകൾ എന്തായാലും എത്രയും പെട്ടെന്ന് മത്സരങ്ങൾ ആരംഭിക്കണം എന്നുള്ള നിലപാടിലാണ്. കാരണം അവരാണല്ലോ ഇതിൻ്റെ വലിയ സ്പെൻഡേഴ്സായിട്ട് നിൽക്കുന്നത്. FC ഗോവയുടെ CEO രവി പുഷ്കർ ISL ക്ലബ്ബുകൾക്ക് വേണ്ടി ആ കാര്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദി ക്ലബ്സ് ഹാവ് ടു ബി ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ്. വി ആർ ആഫ്റ്റർ ഓൾ ദി ബിഗ്ഗസ്റ്റ് സ്പെൻഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് അദ്ദേഹം പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം ഐ ലീഗ് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടത് ഒരു പിരമിഡ് സ്ട്രക്ചർ ഉണ്ടാവണം. സെയിം കൊമേഴ്ഷ്യൽ പാർട്ട്ണർ എല്ലാ ലീഗുകളും നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകണം. പിന്നെ പ്രൊമോഷൻ ആൻഡ് റെലഗേഷൻ, അതാണ് അവരുടെ മറ്റൊരു ഡിമാൻഡ്. അതോടൊപ്പം തന്നെ ഒരു 20 ടീമുകളുള്ള ജോയിൻറ്റ് ലീഗ് നടത്തുന്നതിനെ പറ്റിയും ചില ക്ലബ്ബുകൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്പോർട്സ് മിനിസ്ട്രി ഇനി റിപ്പോർട്ട് കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത കേസ് പരിഗണിക്കുന്നത് ഡിസംബർ 9-നാണ്. സുപ്രീം കോർട്ട് വിൽ ഹിയർ ദി കേസ് അഗെയിൻ ബിഫോർ ഡിസംബർ 9. ഡിസംബർ 9-ന് മുമ്പ് വീണ്ടും കേസ് സുപ്രീം കോടതി പരിഗണിക്കും. ഏതായാലും എന്തായിരിക്കും അതിലുള്ള ഫൈനൽ തീരുമാനം എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്.
തീർച്ചയായിട്ടും ഇപ്പോൾ കളി നടക്കും എന്ന് ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനായി എന്ന് പറയാൻ പറ്റില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.